നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാം ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർവീസ് അവൈൽ ചെയ്യാനാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനാണെങ്കിലും ഓൺലൈൻ എന്നുള്ള ഒരു രീതിയിലേക്ക്. ആദ്യം എല്ലാം ഓൺലൈനായി മാറുന്നതിനെ ആളുകൾ സംശയത്തോടെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. പല തെറ്റിദ്ധാരണകൾ നിലവിലുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാനുണ്ട്. എങ്കിൽ പോലും നമ്മുടെ കംപ്ലീറ്റ് പരിപാടികളും ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമല്ല, ഇ കൊമേഴ്സ് രംഗത്ത് സാധനങ്ങളാണെങ്കിലും സർവീസുകളാണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ എന്നതിൽ നിന്ന് സ്വന്തമായൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഒരു ഓൺട്രപ്രണറായി മാറുക എന്ന് പറയുന്നത് നമുക്കതിന് നിരവധി ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റമാണ്. ടിക്ടോക്ക് പോലെയുള്ള ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടുന്ന വിസിബിലിറ്റി ഉപയോഗിച്ച് പിന്നീട് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഇവരൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. അവിടെ നിന്നുള്ള ട്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു സാധാരണ ജേർണി ആയിട്ട് മാറി. പക്ഷേ ഇത് ഒരു വ്യക്തിയുടെ മാത്രം ഫെയിമിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഫെയിമിനെ മാത്രം കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിൻ്റെ, സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന കൺസ്യൂമർ പവറിൻ്റെ, ഡിജിറ്റൽ എക്കണോമിയുടെ വളർച്ച കൂടിയാണ് ഇത് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. ഇത് വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 ഉദാഹരണങ്ങൾ എടുക്കാം. അതിലൊന്നാമത്തെ ഉദാഹരണം മീറ്റ് മിരി എന്ന കപ്പിളാണ്. അവരാദ്യം റീൽസും ഡബ് സ്മാഷ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അവരുടേതായിട്ടുള്ളൊരു ഫാൻ ബേസ് ബിൽഡ് ചെയ്തു. അതിനുശേഷം അവരുടേതായിട്ടുള്ളൊരു ഓൺലൈൻ സാരി സ്റ്റോർ ലോഞ്ച് ചെയ്തു. പാഞ്ചാലി വസ്ത്ര എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത്തെ ഉദാഹരണം ബ്ലഷ് വിത്ത് ആഷ് എന്ന യൂട്യൂബ് ചാനൽ. ആഷ് ഇസ് ഐശ്വര്യ. ബ്യൂട്ടി, ഫാഷൻ, മേക്കപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് ഐശ്വര്യ പോപ്പുലർ ആയിട്ടുള്ളത്. അവർക്ക് സ്വന്തമായി ഒരു ഓൺലൈൻ ജ്വല്ലറി സ്റ്റോർ ഉണ്ട്, ജ്വൽ ബേ ബൈ ആഷ്. അടുത്ത ആള് അസ്വി മലയാളമാണ്, അശ്വതി അശോക് കുമാർ. നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടി, ഫാഷൻ, മേക്കപ്പ്, ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആണ് അശ്വതി. അവർക്കൊരു ക്ലോത്ത്സിന്റെ ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ട്. asvi എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ ത്രിഫ്റ്റ് സ്റ്റോറിൻ്റെ ഐഡിയ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ അധികം പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു പരിപാടിയാണ് ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു, എല്ലാ കാലവും നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. അത് നമ്മൾ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുകയാണ്. അതായത് യൂസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്, കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് നമ്മൾ മറ്റൊരാൾക്ക് സെല്ല് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റിൽ അസ്വി ആരംഭിച്ചിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമാണത്. ഇവിടെ നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും അല്ല, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അവർ ഷോർട്ട് ഫോം വീഡിയോസ് ചെയ്ത് ഒരു ജനശ്രദ്ധ നേടിയെടുക്കുന്നു. തുടർന്ന് അവർ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഒക്കെ. ഇങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് അവരൊരു ലോയൽ ആയിട്ടുള്ള ഓഡിയൻസ് ബേസിനെ ബിൽഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇത്രയും ഫോളോവേഴ്സും അല്ലെങ്കിൽ ഇത്രയും ഫാൻസൊക്കെ ആയി കഴിയുമ്പോൾ ബ്രാൻഡ് കൊളാബറേഷൻസിലൂടെ, അഫിലിയേറ്റ് പ്രൊമോഷൻസിലൂടെ ഒരു മാർക്കറ്റ് റെസ്പോൺസ് എന്താണ് എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ഇത്തരം ബ്രാൻഡ് കൊളാബറേഷൻസും അഫിലിയേഷൻസും ഒക്കെ ചെയ്യുന്നത് വഴി ഞാൻ പറഞ്ഞാൽ ഇത് സെല്ലാവുമോ എന്ന് പറയുന്ന ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ ഏത് ക്വാണ്ടിറ്റിയിൽ സെല്ലാവാൻ സാധ്യതയുണ്ട് എന്നൊരു ധാരണ വരുന്നു. ഓഡിയൻസിനോട് ഒരു കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി സ്ഥാപിച്ചതിന് ശേഷം, എന്ന് വെച്ചാൽ ഏത് നീഷിലാണ്, ഇപ്പോൾ ഫാഷൻ ആണോ, ബ്യൂട്ടി ആണോ, ഫിറ്റ്നസ് ആണോ തുടങ്ങി ഏത് നീഷിലാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് അവരുടെ ഫാൻസിനോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഐഡൻറ്റിറ്റി സ്ഥാപിച്ചതിന് ശേഷം ലോ റിസ്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് റീസെല്ലിംഗ് ചെയ്യുക, ബൊട്ടീക്ക് ഐറ്റംസ്, ഡിജിറ്റൽ ഗൈഡ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ഹൗ ടു വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് പബ്ലിഷ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ട് അവർ ഈ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഡിമാൻഡ് കൃത്യമായിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ്, ഒരു വെബ്സൈറ്റ്, അതിൻ്റെ ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ഒരു ടീം, അങ്ങനെ അവരുടെ ബിസിനസ്സിനെ അവർ സ്കെയിൽ ചെയ്തെടുക്കുന്നു. ഈ ഒരു യാത്രയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സൂത്രവാക്യം എന്താണെന്ന് ചോദിച്ചാൽ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, സെയിൽസ് തുടങ്ങുന്നു, സ്വന്തമായിട്ടുള്ള ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. ഈ ഇൻഫ്ലുവൻസർ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ട് മാറുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസിൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാ ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, എന്നെ വിശ്വസിക്കണേ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായി അവരുടെ മുന്നിൽ പല കണ്ടൻറ്റുകളുമായിട്ട് വന്ന് അത് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവർ വളരെ എത്തിക്കലായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന ധാരണ ഉണ്ടാക്കി, നമ്മളിലൊരാളാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കി, ഇത് കുറേ നാളത്തെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ട്രസ്റ്റ് ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട അങ്ങനെ ഒരു എഫേർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഇങ്ങനൊരു ബിസിനസ് പ്ലാനിലേക്ക്, ഒരു ഓൺലൈൻ സ്റ്റോറിലേക്കൊക്കെ മാറുന്ന സമയത്തുള്ള ഗുണം, നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം ഒതുങ്ങുക, ഇപ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണെങ്കിൽ അവിടുത്തെ ഇൻകം വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. എന്നാൽ അതേസമയം ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ കുറച്ചും കൂടി കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. പിന്നെ കേരളത്തിലെ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഓഡിയൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ലോഞ്ച് ആവുന്നു എന്നറിയുമ്പോൾ അത് കാണുന്ന കൗതുകത്തിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ നമ്മളിൽ ഒരാൾ തന്നെ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ വളരെ
വളരെ ലോക്കലായിട്ടുള്ള കാര്യം. നമുക്കിപ്പോഴും നമ്മുടെ പഴയ എന്ന് പറയുമ്പോൾ ഒരു ഫീലുണ്ട്, നമ്മുടേതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടുപ്പമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഈ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്ത് സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഫ്ലുവൻസറായി ഒരുപാട് ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്ന കാര്യം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബിസിനസ്സും കൂടി ലോഞ്ച് ചെയ്ത് ഒരു ഓൺട്രപ്രണർ ആവുക എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഫെയിം, യൂട്യൂബ്, അവിടെ നിന്നൊരു ബിസിനസ് ബിൽഡ് ചെയ്യുക, പേഴ്സണൽ ബ്രാൻഡ് ആവുക എന്ന് പറയുന്നത് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു റോഡ് മാപ്പ് തന്നെയാണുള്ളത്. നമ്മൾ ഈ ഓരോ സിറ്റുവേഷനെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ഫോം വീഡിയോസ് ചെയ്യുന്നത് വഴി ഒരു വിസിബിലിറ്റിയാണ് ബിൽഡ് ആവുന്നത്. കാരണം അത് കൂടുതൽ ആളുകളിലേക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് എത്തിച്ചേരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഫോളോവർ ബേസുമായിട്ട് യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഫോളോവേഴ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക. ഇനി യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതലും ലോങ് ആയിട്ടുള്ള കോണ്ടന്റ് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോങ് കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സുമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി നമുക്കൊരു നീഷ് ടോപ്പിക്കിലേക്ക് നമ്മളെ തന്നെ സെറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഫാഷൻ മാത്രമായിരിക്കും. ഇപ്പോൾ ഉണ്ണി വ്ളോഗ്സ് സിനി ഫൈൽ എന്ന് പറയുന്നതിൻ്റെ ചാനലിലേക്ക് വന്നാൽ നമ്മൾ സിനിമയാണ് അവിടുത്തെ ഒരു നീഷ് ടോപ്പിക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നീഷ് ടോപ്പിക്കിലേക്ക് നമ്മൾ സെറ്റിൽ ആവും. അങ്ങനെ കണ്ട് ഓഡിയൻസ് നമ്മുടെ ഫേസ് റീകോൾ ചെയ്യുന്ന അത്രയും ഫെമിലിയർ ആയിട്ട് നമ്മൾ മാറും. ഈ യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്കവിടെ ഡെയിലി സ്റ്റോറീസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു ഡെയിലി പ്രസൻസ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്തെടുക്കാം. യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ലോങ് ഫോം കോണ്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ കുറേ സമയം ഇരുന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പമാവാണ്. പക്ഷേ അവിടെയും നമുക്കൊരു ലോയൽ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് ഇതിൻ്റെ മോണറ്റൈസേഷൻ സാധ്യതകളിലേക്ക് നമ്മൾ കടക്കുന്നത്. ബ്രാൻഡ് പ്രൊമോഷൻസ് ആണ് പ്രധാനമായിട്ടും വരിക. നമുക്കൊരു ഫിക്സഡ് നമ്പർ ഓഫ് ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെയിലുകളൊക്കെ വന്നു തുടങ്ങും. ഞങ്ങൾ നിങ്ങളുടെ ചാനലുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേജുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ ചാർജസ് എന്ന് ചോദിച്ചിട്ട് നമ്മൾ പതിയെ ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് മറ്റൊന്നാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആമസോൺ പോലൊരു വെബ്സൈറ്റിലെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സാധനം വാങ്ങാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താണ് സാധനം വാങ്ങുന്നതെങ്കിൽ അത് എൻ്റെ അക്കൗണ്ട് ത്രൂ ആണ് പോകുന്നതെന്നുള്ളതുകൊണ്ട് എനിക്കൊരു കമ്മീഷൻ ഉണ്ടാകും. ഇത് പല വെബ്സൈറ്റുകളിലും പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഫാഷൻ, ബ്യൂട്ടി വ്ളോഗേഴ്സ് വന്നിട്ട് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്കൊരു ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ ത്രൂ ആണ് ഈ സെയിൽ നടന്നതെന്ന് മനസ്സിലാവുകയും അതുവഴി അവർക്കൊരു വരുമാനം കിട്ടുകയും ചെയ്യും. ആ വരുമാനത്തിൽ നിന്ന് ഞാൻ സജസ്റ്റ് ചെയ്തത് കൊണ്ട് ഈ ലിങ്കിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര സെയിൽ നടന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു പരിപാടിയാണ് പെയ്ഡ് ആയിട്ടുള്ള ഷൗട്ട് ഔട്ട്സ്. അത് നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിയാൻ പറ്റും. പലരും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ആക്ച്വലി മാർക്കറ്റിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ഫേസ് ആണ്. ആൾക്കാർ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ എത്ര പേര് ക്ലിക്ക് ചെയ്യും, എത്ര പേര് പർച്ചേസ് ചെയ്യും എന്ന് എനിക്കൊരു ധാരണ വന്നു തുടങ്ങും. ധാരണയല്ല, ഒരു പ്രൂഫ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്താലോ, സ്വന്തമായിട്ട് പ്രോഡക്ട്സും സർവീസും ഞാൻ കൊടുക്കാൻ തുടങ്ങിയാലോ, അപ്പോൾ എനിക്ക് ആ ബ്രാൻഡിനൊരു പേര് വേണം. ഒന്നെങ്കിൽ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ഞാൻ ബിൽഡ് ചെയ്യണം. പിന്നെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാക്കേജിങ്, ലോജിസ്റ്റിക്സ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടീം, അതും കൂടി സെറ്റായി കഴിയുമ്പോൾ ഇൻഫ്ലുവൻസർ ടു ഓൺട്രപ്രണർ എന്ന് പറയുന്ന ആ ജേർണി കംപ്ലീറ്റ് ആവും. ഇനി ഇത്തരം ബിസിനസ്സുകൾ വിജയിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമത്തെ കാര്യം ഓഡിയൻസിൻ്റെ ട്രസ്റ്റാണ്. കാരണം നിങ്ങളിപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മലയാളി തന്നെയാണ് ഞാൻ. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ എനിക്ക് റെഡിമെയ്ഡ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനൽ ഇവിടെയുണ്ട്. എൻ്റെ നീഷ് എന്താണ്, ഈ ചാനലിൽ വരുന്ന ഓഡിയൻസ് എന്ത് തരം കണ്ടൻറ്റ് കാണാനാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ള കൃത്യമായ ധാരണ ഇവിടെയുണ്ട്. ഒരു സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു പ്രോഡക്റ്റ് ഇവിടെ വെക്കുകയാണ്, ഇതെല്ലാവരും വാങ്ങുന്നു, എല്ലാവരുടെയും കയ്യിലുള്ളതാണ് എന്നൊരു ധാരണ പല വീഡിയോസിലൂടെ പറഞ്ഞ് നിങ്ങൾക്കൊരു ധാരണ കിട്ടുമ്പോൾ എന്നാൽ എനിക്കും അതൊന്ന് വേണം എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു നീഡായിരിക്കില്ല, ചിലപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഐ വാണ്ട് ഇറ്റ് എന്ന് പറയുന്നൊരു ഫീലായിരിക്കും. അപ്പോൾ പോലും നിങ്ങളത് വാങ്ങാൻ നിർബന്ധിതരാകും. പിന്നെ ഒരു സ്റ്റോറി ബേസ്ഡ് സെല്ലിംഗ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ മൊബൈൽ ഇവിടെ ചുമ്മാ ഉണ്ടെന്ന്, ഈ മൊബൈൽ നിങ്ങൾ വാങ്ങിയ നല്ല മൊബൈലാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്ന് മാത്രം പറയുന്നതിനേക്കാൾ ഈ മൊബൈലിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയുകയാണ്. ചിലപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ മൊബൈൽ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ അനുഭവത്തിനെ കുറിച്ചായിരിക്കും. അങ്ങനെ ഞാനൊരു സ്റ്റോറി ബേസ്ഡ് സെല്ലിംഗ് മെത്തേഡായിരിക്കും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നടത്തുക. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, കേരളത്തിലെ ഒരു ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന വലിയൊരു വിഭാഗം ആളുകൾ പ്രവാസികളായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുന്നിൽ രണ്ട് മാർക്കറ്റ്, ഒരു ഡുവൽ മാർക്കറ്റാണ് ഓപ്പൺ ആവുന്നത്. അതുവഴി നമ്മുടെ സെയിൽസിൻ്റെ കൺവേർഷൻ, അതായത് വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു, പക്ഷേ അത് വാങ്ങുക എന്ന് പറയുമ്പോഴാണ് ആ കൺവേർഷൻ നടക്കുന്നത്. ആ കൺവേർഷൻ റേറ്റിനെ ഉയർത്താൻ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ തുടക്കത്തിലേ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. എനിക്കൊരു പ്രീ ഓർഡർ സെറ്റപ്പിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്.
നിങ്ങൾ ആദ്യം പണം തരൂ, ഞാൻ പ്രോഡക്റ്റ് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ എന്നും വന്നിരിക്കുന്ന ഒരാളല്ലേ ഞാൻ, എന്നെ എവിടെ കോൺടാക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യും. പിന്നെ ലിമിറ്റഡ് ഡ്രോപ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 പീസേ ഉള്ളൂ. ഈ 10 പീസ് അത് കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണെന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളിത് വാങ്ങാനുള്ള ചാൻസ് കൂടും. സ്വാഭാവികമായി ഈ രീതിയിലൊക്കെ ഞാൻ സെയിൽസ് നടത്തുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഏത് സ്കെയിലിൽ സെയിലാവും എന്നുള്ളത്. അപ്പോൾ ഡിമാൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കി ബിസിനസ്സിൻ്റെ സ്കെയിൽ സെറ്റ് ചെയ്യാൻ എനിക്കത് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ നമുക്കൊരു ഇൻഫ്ലുവൻസർ ആവാം, എന്നിട്ടൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി കോടികൾ ഉണ്ടാക്കാം എന്നൊന്നും ചാടിക്കയറി ചിന്തിക്കരുത് കേട്ടോ. കാരണം ഇവിടെ ഫെയിം മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ഫെയിം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഫെയിം മാത്രം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവില്ല. ഒന്ന്, ഈ ഫെയിം ഉണ്ടാക്കാൻ അഹോരാത്രം പണിയെടുക്കണം. കണ്ടന്റ് കൃത്യമായി പ്ലാൻ ചെയ്യണം, നീഷ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, ഓഡിയൻസിനെ മനസ്സിലാക്കണം, ഡെയിലി അനലിറ്റിക്സ് എടുത്ത് നോക്കി ഏത് തരം ഓഡിയൻസ്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്, ഞാൻ എന്ത് കണ്ടന്റ് പറയുമ്പോഴാണ് ക്ലിക്ക് ആവുന്നത്, അങ്ങനെ പ്ലാൻ ചെയ്ത് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ നീളുന്ന ഒരു വർക്ക് ഇതിൻ്റെ പുറകിൽ ആവശ്യം വരും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. ക്വാളിറ്റി കൊള്ളില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതി വെച്ച് അപ്പം തന്നെ ഒരു റീൽ അടിച്ചിട്ടും അതോടെ ബിസിനസ് കൂട്ടിക്കിട്ടും. എത്തിക്സ് ഉറപ്പ് വരുത്തണം. എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്ക് ഞാൻ ഇത്ര വാല്യൂ കൊടുക്കുന്നുണ്ട്, അയാൾ എനിക്കും ഇത്ര വാല്യൂ തരുന്നുണ്ടെന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ എത്തിക്സ് കൃത്യമായിരിക്കണം. പിന്നെ റിപ്പീറ്റായിട്ട് ഈ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും പ്രോപ്പറായി നടക്കുകയും ആ കസ്റ്റമേഴ്സിന് നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത് കൊണ്ടൊരു വാല്യൂ ഉണ്ട് എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവണം. അങ്ങനെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനെ ഉറപ്പാക്കണം. പിന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻകം സ്ട്രീംസ് നമ്മൾ ഉറപ്പിക്കണം. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അസറ്റ്സ്, അതിപ്പോൾ വെബ്സൈറ്റുകളും ഇമെയിലുകളും ഒക്കെ ആയിട്ട് അത് നമുക്ക് ആവശ്യമാണ്. നല്ലൊരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഓൺടർപ്രണറായിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരു സൈറ്റ് തുടങ്ങാം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ സൈറ്റ് പൂട്ടി വീണ്ടും ഇൻഫ്ലുവൻസർ മാത്രമായിട്ട് തുടരാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 പേരെ തന്നെ ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത്. വേറെയും ഒരുപാട് മികച്ച ഉദാഹരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ മീറ്റ് മീഡിയയുടെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കാണുന്ന സമയത്ത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും, ആഹാ എന്തൊരു രസമാണ്, അടിപൊളി പരിപാടിയല്ലേ, സിമ്പിൾ പരിപാടിയല്ലേ, അതുവഴി ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് തോന്നും. പക്ഷേ ഇറ്റ്സ് നോട്ട് ആൻ ഈസി പരിപാടി. അവർ ഇത്രയും കാലം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. അതായത് അവർ ഷോർട്ട് വീഡിയോസും ഒക്കെ ചെയ്ത് അവരുടേതായിട്ടുള്ളൊരു ഇമേജ് ബിൽഡ് ചെയ്ത് ആ ഇമേജിൽ ആ വാല്യൂവിൽ നിന്നിട്ടാണ് അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവർ സെല്ല് ചെയ്യുന്ന ഒരു സാരി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച ശേഷം ഒരു കസ്റ്റമർ വളരെ അൺസാറ്റിസ്ഫൈഡ് ആവുകയും ആ കസ്റ്റമറിനെ ഇവർ നന്നായി ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു കേസ് വന്നാൽ, ഒരൊറ്റ കേസ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കംപ്ലീറ്റ് ക്രെഡിബിലിറ്റി അത് ബാധിക്കും. എന്ന് വെച്ചാൽ അത്രയധികം അവർ ശ്രദ്ധിക്കണം. ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് അത് അവരുടെ ബൊട്ടീക്കിലേക്ക് കൊണ്ടുവന്ന് അത് മാക്സിമം മാർക്കറ്റ് ചെയ്ത് അവർ പറയുന്നത് അവർ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ റവന്യൂ ഇപ്പോൾ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഈസി പരിപാടിയായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അവരുടെ പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് അവർ കൊണ്ടെത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് അത് അത്രയും പണിയെടുത്തിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അത് സെയിൽ ചെയ്യുന്നു, അതിനുശേഷം വരുന്ന കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്നു, അതിനുശേഷം ആ കസ്റ്റമറെ നന്നായി ട്രീറ്റ് ചെയ്യുന്നു, വീണ്ടും പുതിയ കാര്യങ്ങളുമായിട്ട് വരുന്നു. അങ്ങനെ അവർ കോൺസ്റ്റൻ്റ്ലി ഇടുന്നൊരു എഫേർട്ട് ഉണ്ട്. നമ്മുടെ പാഷനും പ്രൊഫഷനും ഒന്നായി മാറുന്ന സമയത്ത്, നമ്മൾ ഇത്രയും എഫേർട്ട് ഇടേണ്ടി വരുന്നൊരു സമയത്ത് ചിലപ്പോൾ അവർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന അവരുടെ ഉറക്കത്തിൻ്റെ സമയമായിരിക്കാം, അവരുടെ ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കാം. ഇതിനൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സക്സസ്ഫുള്ളായി മാറാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെയിം മാത്രം ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ക്വാളിറ്റി ഉറപ്പ് വരുത്തണം, വളരെയധികം എത്തിക്കലായിട്ട് ഈ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകണം, കസ്റ്റമേഴ്സിനെ നന്നായി ഡീൽ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ബ്ലഷ് വിത്ത് ആഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അവർ എന്തൊക്കെ കാര്യങ്ങളുടെ ഇടയിലാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസറായി ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി പരിപാടി. അതിൻ്റെ കൂടെയാണ് അവർ ഈ പറയുന്ന പ്രോഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നു, അത് ആളുകളിലേക്ക് എത്തിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓരോ കസ്റ്റമറിൻ്റെയും, അതായത് അവർക്ക് സെയിൽ കൂടുമ്പോൾ, സെയിൽസിൻ്റെ വോളിയം കൂടുമ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് മാനേജ് ചെയ്യാനും അവർ കൂടുതൽ ശക്തമായിട്ടുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഓരോ കസ്റ്റമറിൻ്റെയും ഫീഡ്ബാക്ക് അനുസരിച്ച് കാര്യങ്ങൾ നോക്കണം, ഇതിൻ്റെ ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യണം. അങ്ങനെ ഒത്തിരി നാളുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു അധ്വാനമുണ്ട്. ഇതൊരു ദിവസം ഞാൻ ബിസിനസ് തുടങ്ങി ഇനി എല്ലാം എളുപ്പമായി എന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ അസ്വി മലയാളം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ത്രിഫ്റ്റ് സ്റ്റോറാണ്. ത്രിഫ്റ്റ് എന്ന് പറയുന്നത് അത് ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു പുതിയ പരിപാടിയാണ്. ഇപ്പോൾ അസ്വിക്ക് ഒരുപാട് കൊളാബറേഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഡ്രസ്സസ് കിട്ടാം, മേക്കപ്പ് ഐറ്റംസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാം. അവർക്ക് കിട്ടുന്ന കാര്യം അവർ മോശമാക്കാതെ നന്നായി സൂക്ഷിച്ച ശേഷം അത് ആവശ്യമുള്ള മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു.
അവരത് കുറഞ്ഞൊരു പൈസയ്ക്ക് ആയിരിക്കുമല്ലോ, അതായത് രണ്ടാമത് ആ പ്രോഡക്റ്റ് കിട്ടുന്ന ആൾക്ക് അസ്വിക്ക് കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചിട്ട് കിട്ടുകയാണ്. അത് ആവശ്യമുള്ള ഒരാൾക്ക് റേറ്റ് കുറച്ചിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നു. അവരും അത് നന്നായി ഉപയോഗിച്ചാൽ ഇനി ആവശ്യമുള്ള ഒരാൾക്ക്, ഇപ്പോൾ ഒരു വലിയ വെഡ്ഡിങ് ഗൗൺ എന്നൊക്കെ പറയുന്നത് പല ആളുകളുടെയും വീട്ടിലിരിപ്പുണ്ടാവും. കല്യാണ സാരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വില കൂടിയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം ഇട്ട് അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒരു ഫംഗ്ഷൻ ഇട്ടു, പിന്നെ അത് വെറുതെ ഇരിക്കുകയാണ്. ഒരു പക്ഷേ അത് ആവശ്യമുള്ള മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയ പൈസ കിട്ടുകയും മറ്റൊരാൾക്ക് അത് വില കുറഞ്ഞ് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടല്ലോ. നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് സാധനം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര മോശം സാധനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പല ആളുകളുടെ ഉള്ളിലുണ്ട്. അതിപ്പോൾ കൊടുക്കുന്ന ആളുകൾക്കും ഉണ്ട്. പല ആൾക്കാരുടെയും തലയിൽ പഴയ സാധനങ്ങൾ കെട്ടിവെക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇത് മൊത്തത്തിൽ മാറി വരേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കൾച്ചറൽ ഷിഫ്റ്റിന് തുടക്കമാണ് അസ്വി മലയാളം ആസ് എ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വളരെ കോൺസ്റ്റൻ്റായി കൺസിസ്റ്റൻ്റായി അവരിടുന്ന എഫേർട്ടിൻ്റെ, അവർ കൊടുക്കുന്ന വാല്യൂവിൻ്റെയാണ് അവരിന്ന് നേടിക്കൊണ്ടിരിക്കുന്ന സക്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ടു ഓൺടർപ്രണറിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരും നേടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കേരളത്തിൽ വർക്കാവുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടി നമ്മളൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് ബേസ് അല്ലെങ്കിൽ ഫാൻ ബേസ് എന്ന് പറയുന്നത് വളരെ ലോയലായിട്ടുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ വളരെയധികം സ്നേഹമുള്ള പേഴ്സണൽ കണക്റ്റ് ഫീൽ ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല ഇവിടുത്തെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. കാരണം മലയാളി വളരെ ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങളെ നോക്കി കാണുകയും അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലൊരു സാധനം കിട്ടിയാൽ നല്ലതാണെന്ന് നമ്മളെല്ലാവരോടും പറയും. ഈ പബ്ലിസിറ്റി ഫാക്ടർ കുറേ കൂടി സ്ട്രോങ് ആയിട്ട്, അതായത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് സ്പ്രെഡ് ആവും. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കിവിടെ NRI മാർക്കറ്റ് കൂടെയുണ്ട്. അങ്ങനെ ആസ് ആൻ ഇൻഫ്ലുവൻസർ നമ്മൾ എത്രത്തോളം ഒരു പേഴ്സണൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സെയിൽസ് കൺവേർട്ട് ആവും. ട്രസ്റ്റ്, ടൈമിംഗ്, റിലേറ്റബിലിറ്റി, ഇത് മൂന്നുമാണ് ഇവിടുത്തെ മലയാളത്തിലെ ഇൻഫ്ലുവൻസേഴ്സിനെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഓഡിയൻസ് ബേസാണ്. മാത്രമല്ല സ്ഥിരമായി വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രോഡക്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ അവരുടെ എന്നും സംസാരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ആഡ് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലില്ല. പുറത്തുനിന്ന് ഒരു കമ്പനി വന്നു അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ വന്നു, അയാളൊരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ അയാൾ പരസ്യം ചെയ്യണം. പരസ്യം വരുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ അത് ചെയ്യുമ്പോൾ അത് പരസ്യം കാണലല്ല. ഇൻഫ്ലുവൻസർ എന്നോട് സംസാരിക്കാം, അവൻ അല്ലെങ്കിൽ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്യാം, അവൻ അങ്ങനെയൊന്നും പറയില്ല, നമ്മൾ അവനെ ഒന്ന് വിശ്വസിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. പിന്നെ ഈ മലയാളി എന്ന് പറയുന്ന റിലേറ്റബിലിറ്റി ഫാക്ടർ, നമ്മളിവിടെ ഫാമിലി വ്ളോഗുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, അതായത് നമ്മുടെ ഒക്കെ ഒരു കൾച്ചർ എന്താണ്, നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാം. പിന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോൾ എൻ്റെ പോലെ ഒന്നും ആയിരിക്കില്ല, അവർക്കൊരു പ്രാദേശിക ഭാഷാ ശൈലി തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മളിൽ ഒരാൾ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാൾ എന്ന് പറയുന്ന ആ ഒരു ഫീൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടും. പിന്നെ ഇൻഫ്ലുവൻസർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ ഫാമിലി, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ആളെന്ന് പറയുന്ന പോലത്തെ ഫീലുണ്ട്. സ്വന്തമായി ഒരു ചാനലുള്ളതുകൊണ്ട് ആസ് എൻ ഇൻഫ്ലുവൻസർ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ ലോഞ്ച് ചെയ്താൽ അന്ന് മുതൽ പരിപാടി ആരംഭിക്കുകയാണ്. അതായത് ഒരു 0 സെയിൽസിൽ നിന്ന് ഹയർ സെയിൽസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫ്ലുവൻസറായി ഇരിക്കുന്നത് കൊണ്ട് നീഷിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ട്. അതായത് ഞാൻ എന്ത് കണ്ടന്റാണ് ചെയ്യുന്നത്, എന്ത് പ്രൊഡക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഓൾറെഡി ഉണ്ട്. ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് അവിടെ ഏറ്റവും പെട്ടെന്ന് സെയിൽ ആവുക. കാര്യം അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. ഫിറ്റ്നസ് ക്രിയേറ്റർ ആണെങ്കിൽ ഡയറ്റ് പ്ലാൻസും മറ്റ് സർവീസും ആണ് അവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ആവുക. കാരണം അയാളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത് അതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി, അവർ എല്ലാ ദിവസവും ചെയ്യുന്നത് അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്നിട്ട് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ വെച്ചുള്ള ഗെയിംസ് കളിക്കുക എന്നുള്ളതാണ്. അവരൊരു പുസ്തകം തന്നെയാണ് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതായത് അവർ കളിക്കുന്ന ആ വേർഡ് ഗെയിംസ്, ആക്ച്വലി ആ പുസ്തകത്തിൻ്റെ സെയിൽസ് വർദ്ധിക്കുക എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കും. അവരുടെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ അത്തരമൊരു പുസ്തകം കിട്ടിയാൽ വാങ്ങിക്കും. കാരണം അവരെ ഫോളോ ചെയ്യുന്നത് അങ്ങനത്തെ ഗെയിംസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സോഷ്യൽ പ്രൂഫിംഗ് പരിപാടിയുണ്ട്. ഫസ്റ്റ് ബയർ ആവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അതായത് പുതിയൊരു ട്രെൻഡ് വന്നു എന്ന് വിചാരിക്കുക, ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ്, ഇപ്പോൾ ഈ ഷർട്ട് ഒരു ട്രെൻഡാകാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് ലോഞ്ച് ചെയ്തത് ഞാനാണ്. അതായത് ഇത് എല്ലാവരും ഇട്ട് ട്രെൻഡാവുന്നതിന് മുമ്പ് നമ്മളിവിടെ ഇറക്കിയതാണ് എന്ന് പറയാനുള്ള ഒരാഗ്രഹം നമുക്ക് കൂടുതലാണ്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ വന്ന് പുതിയൊരു പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് എനിക്കും വേണമെന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. മാത്രമല്ല ഇതിപ്പോൾ തീരുവേ, ഇത് കുറച്ചേ ഉള്ളേ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു ഫോമോ, അതായത് ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അയ്യോ ഞാനത് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് ആ സംഭവം എനിക്ക് മിസ്സാകുമോ. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ വാച്ച് ഏതാണെന്നുള്ളത്. ഇത്
ഒരെണ്ണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഡിസ്കൗണ്ട് പ്രൈസിലാണ്, ഇപ്പോൾ കയ്യിലുണ്ട്, നിങ്ങളിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാച്ച് നോക്കിയിട്ടുള്ള ആളുകൾക്ക് അയ്യോ 2 ഉള്ളൂ എന്നാൽ വേഗം, ആക്ച്വലി അവർക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സുള്ള വേറെയും വാച്ചുകൾ ഉണ്ടാവാം, ചിലപ്പോൾ വില കുറച്ച് കിട്ടും, ചിലപ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സുള്ള വേറെ ബ്രാൻഡിൻ്റെ അവർക്ക് കിട്ടും, ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആസ് എൻ ഇൻഫ്ലുവൻസർ നമ്മളിത് പറയുമ്പോൾ ഈ ഫോമോ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. പിന്നെ ഞാനൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു ഇൻഫ്ലുവൻസർ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഇത് നിങ്ങൾ വാങ്ങിക്കണം എന്നല്ല പറയാം. ആ പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു സ്ട്രഗിള്, ചിലപ്പോൾ എൻ്റെ തന്നെ മൊത്തം ലൈഫ് ജേണിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാനിതൊരു സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് പ്രൊഡക്റ്റാണോ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് അതിനോട് നിങ്ങൾക്കൊരു ഇമോഷണൽ കണക്ട് ബിൽഡ് ആവും. ഇനി ഇത് ഓരോ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അക്സെപ്റ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് പല പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുന്നത് അതൊരു ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതല്ല, അതൊരു റിസ്ക് ഡൈവേഴ്സിഫിക്കേഷനാണ്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും, റവന്യൂ ഉണ്ടാവും, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ അതുണ്ടാവും. ഈ പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റെബിലിറ്റി ചിലപ്പോൾ കുറച്ച് കുറവാണെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള റവന്യൂ ഉണ്ടാവും. ഇവിടെ സ്വീകരിക്കപ്പെടുന്നതിനേക്കാൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എന്നെ കൂടുതൽ സ്വീകരിച്ചേക്കാം. മാത്രമല്ല ഈ പ്ലാറ്റ്ഫോംസിൻ്റെ പോളിസീസ് ഇടയ്ക്കിടയ്ക്ക് മാറും, അൽഗോരിതംസ് ചേഞ്ച് ആവും, മോണിറ്റൈസേഷൻ രീതികൾ മാറും, ഓഡിയൻസിൻ്റെ ബിഹേവിയറിൽ വ്യത്യാസം വരും. ഇങ്ങനെ പല കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രസൻസ് മാക്സിമം സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ പ്രസൻ്റ് ആവേണ്ടതുണ്ട്. പല പ്ലാറ്റ്ഫോമുകളിൽ പല കണ്ടൻറ് ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഷോർട്ട് ഫോം വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടും. ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനും ഒരു ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ബിസിനസ് മോഡലിൽ ഇൻഫ്ലുവൻസർ ടു ഓൺട്രപ്രണർ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീകളുടെ പങ്കാണ്. കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ കൂടുതൽ ഏൺ ചെയ്യാൻ തുടങ്ങിയത് കൺസ്യൂമർ പവർ വളരാനുള്ള വലിയൊരു ഫാക്ടറാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഓൺലൈൻ ബിസിനസ്സിന് ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് ആ ചേഞ്ച് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പർച്ചേസിങ് ഡിസിഷൻസ് ഇവിടെ എടുക്കപ്പെടുകയാണ്. അതായത് എൻ്റെ കയ്യിൽ ഇൻകം ഉണ്ട്, എനിക്ക് ആവശ്യമുള്ള എനിക്ക് ഉപകാരമുള്ളതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറൊരുത്തൻ്റെയും സമ്മതത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാത്തിരിക്കേണ്ട. പേഴ്സണൽ കെയർ, ഫാഷൻ, ലേണിംഗ്, ലൈഫ് സ്റ്റൈല്, അങ്ങനെ സ്വന്തം തീരുമാനപ്രകാരം ഇവിടെ പ്രോഡക്ട്സും സർവീസസും പർച്ചേസ് ചെയ്യപ്പെടുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന രീതിയിലല്ല, കൃത്യമായിട്ടുള്ള വാല്യൂ ബേസ്ഡ് പർച്ചേസിംഗ് ആണ് നടക്കുക. ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, കൺവീനിയൻസ്, ബ്രാൻഡ് സ്റ്റോറിയൊക്കെ ചെക്ക് ചെയ്യും. കാര്യം ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺവീനിയൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളെയൊക്കെ വെരിഫൈ ചെയ്യാൻ ഒരു ഇൻഫ്ലുവൻസർ ഇത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലിങ്ക്സിൽ ക്ലിക്ക് കൂടും. പിന്നെ വർക്കിംഗ് വിമനെ സംബന്ധിച്ച് ഇത് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. മോഡസ്റ്റ് ആയിട്ടുള്ള ഫാഷൻ, വെൽനെസ് പ്രോഡക്ട്സ്, ഇങ്ങനെ പല സെഗ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല ഇതൊരു സിംഗിൾ പർച്ചേസ് മോഡലല്ല, ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം എനിക്ക് ഇന്ന സാധനങ്ങൾ ആവശ്യമുണ്ട്, അത് ഞാൻ വാങ്ങുന്നു, അത് അടുത്ത മാസവും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ പോകുന്നുണ്ട്. കാര്യം സ്കിൻ കെയർ ഇപ്പോൾ ഒരു റൊട്ടീനാണ്. ഫിറ്റ്നസ് പ്ലാൻസ് എന്ന് പറയുന്നത് ഓരോ മാസവും ഇമ്പ്രൂവ് ചെയ്യുന്നതൊക്കെ അനുസരിച്ച് മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ ലേണിംഗ് പരിപാടികൾ നടക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ റിവ്യൂ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. സാറ്റിസ്ഫൈങ് ആണെങ്കിൽ അത് തുറന്നു പറയും, ഇല്ലെങ്കിലും അത് വളരെ ശക്തമായി തുറന്നു പറയും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു റീൽ ചെയ്തിട്ടാൽ തന്നെ ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ റീച്ച് നമ്മുടെ കസ്റ്റമർ ചെയ്യുന്നൊരു വീഡിയോയ്ക്ക് വന്നു എന്ന് വരും. അവരുടെ റെക്കമെൻഡേഷൻസ് സംഭവിക്കും. അങ്ങനെ ആസ് എ കമ്മ്യൂണിറ്റി ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ബൂം ചെയ്യും. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉള്ളത് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പൈസ കൊടുക്കൽ വാങ്ങലിലെ ഫ്രിക്ഷൻസിനൊക്കെ ഒരുപാട് അയവ് വരും. സമ്പാദിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിലുള്ള വർധനവ് അവരെ തീരുമാനങ്ങൾ എടുക്കാനും കൺസിസ്റ്റൻ്റായി പർച്ചേസ് ചെയ്യുന്ന ആളുകളുമാക്കി മാറ്റുന്നു. ഇത് ഇൻഫ്ലുവൻസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കാൻ വളരെയധികം സഹായിക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരവും നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഗ്ലോബൽ എക്സ്പോഷറും ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഈ ഒരു കൺവീനിയൻസും ഈ പ്രവണതയെ വളരെ സ്ട്രോങ് ആക്കുന്നുണ്ട്. ഇനി ഇതിൽ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സിനെ കുറിച്ച് നമ്മളെക്കുറിച്ചൊന്ന് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നീഡും വാണ്ടും തിരിച്ചറിയണം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വമുള്ള കൺസ്യൂമർ ആവണമെന്ന് പറയുന്നൊരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഡിജിറ്റലായിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, ഓൺലൈനായിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നീഡിൻ്റെയും വാണ്ടിൻ്റെയും ഇടയിലുള്ള ലൈൻ ഒരുവിധമൊക്കെ അദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതായത് എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ എന്നുള്ളതിനേക്കാൾ ഇത് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു മനോനിലയിലാണ് നമ്മൾ പല സാധനങ്ങളും വാങ്ങിച്ചു കൂട്ടുന്നത്. നമ്മൾ വിചാരിക്കും ഇത് കിട്ടിയാൽ ഞാൻ അത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെയാവും എന്നൊക്കെ. പക്ഷെ അത് കിട്ടിയാലും ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. പൈസ കുറവാണ് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ, ഞാൻ ഇപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ലെങ്കിലോ എന്നൊരു പേടി വരുമ്പോൾ, ലിമിറ്റഡ് ഓഫേഴ്സാണ്, വളരെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ചാൽ പോരെ എന്നൊക്കെയുള്ള പലതരം കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്നാൽ പിന്നെ വാങ്ങിച്ചേക്കാമെന്ന് അങ്ങ് തോന്നും. പക്ഷേ സംഭവിക്കുന്നത് എന്താ അറിയോ,
നമ്മൾ ചിലപ്പോൾ ചീപ്പ് ഐറ്റംസ് ആണ്, അതായത് ചീപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്തതല്ല, വില കുറഞ്ഞ സാധനമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കുറേ സാധനം വാങ്ങിച്ച് വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ ബില്ല് കൂടുന്നുണ്ടാവും. നമ്മൾ പക്ഷേ അതിനെക്കുറിച്ച് അധികം ബോധമല്ല. നമുക്ക് ഇവിടെ ലാഭം കിട്ടുന്നുണ്ടെന്ന് പറയുന്ന ഒരു ഫീല് മാത്രമാണുള്ളത്. പക്ഷേ ചെറിയ ലാഭങ്ങൾ കിട്ടുന്ന കുറേ കാര്യങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ കുറേ പൈസ അവിടെ ചിലവാക്കുന്നുണ്ട്. ഒരു ഓഫർ വന്നു, ഒരു ഓൺലൈൻ ഇൻഫ്ലുവൻസർ അത് പരസ്യം ചെയ്യുന്നു, അതിനെക്കുറിച്ച് നല്ല റിവ്യൂ കാണുന്നു, അപ്പോൾ എനിക്കും വേണമെന്ന് പറയുന്ന ഒരു ആർജ് വരും. പിന്നെ ചില ആളുകൾക്ക് ഇതൊരു സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഇമോഷണൽ നീഡാണ് പലർക്കും പർച്ചേസ് എന്ന് പറഞ്ഞാൽ. എനിക്കും ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു. ഒരു സാധനം പർച്ചേസ് ചെയ്ത്, അതായത് ഓൺലൈനായിട്ട് ഞാൻ ബില്ലടച്ച് കഴിഞ്ഞ് അതെൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഒരു കാത്തിരിപ്പുണ്ട്. അതായത് ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് കിട്ടണമല്ലോ, 2 ദിവസം കഴിയുമ്പോൾ വരുമല്ലോ, 3 ദിവസം കഴിഞ്ഞ് വരുമല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. അത് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതിൽ ഒരു ത്രില്ല്, പുതിയൊരു സാധനം കയ്യിലിരിക്കുന്നു, അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, എല്ലാവരെയും കാണിക്കുക എന്ന് പറയുന്ന സന്തോഷം, ഇങ്ങനെ കുറേ നേരത്തെ സന്തോഷം ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അടുത്ത സാധനം വാങ്ങിക്കും. പിന്നെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ എന്ന് പറയുന്നതുകൊണ്ട് നമുക്കും വാങ്ങാൻ ത്വരയുണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ഈസിയാണല്ലോ, പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എണ്ണി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് സ്കാൻ ചെയ്യുക, പേ ചെയ്യുക, അല്ലെങ്കിൽ കാർഡ് എടുക്കുക, സ്വൈപ്പ് ചെയ്യുക, പരിപാടി കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കും. ഞാനിതൊക്കെ പറയുമ്പോഴേ പർച്ചേസ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയാണ്, നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഏത് സാധനവും വാങ്ങാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആവശ്യത്തിനാണോ നമ്മൾ വാങ്ങുന്നത്? കാരണം നമ്മളിവിടെ പണം കൊടുത്തിട്ട് പണം വാങ്ങുകയല്ല ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പണം പൊക്കൊണ്ടിരിക്കുകയാണ്, അത് വരുന്നില്ല. പണം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ ഐഫോൺ വാങ്ങിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ഗെയിമറാണ്, ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും പാഷനാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് കൺസോൾ വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒന്നും അല്ലാത്ത ഒരാൾ എല്ലാവരുടെയും കയ്യിൽ ഐഫോൺ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ EMI അടച്ച് വെറുതെ കയ്യിലിരിക്കുന്ന കാശ് കളയാന്നല്ലേ ഉള്ളൂ. നമ്മുടെ മെയിൻ ആവശ്യങ്ങൾ, അതായത് പ്രധാന ആവശ്യങ്ങൾ നടന്നാൽ പോരെ. ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾ ഐഫോൺ വാങ്ങിച്ചാൽ അത് വെച്ച് വീഡിയോസ് ചെയ്ത് റീൽസും യൂട്യൂബ് കണ്ടൻറ്റും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ പണം കൊടുത്തു, അതിൽ നിന്ന് നിങ്ങൾക്കൊരു സാധനം കിട്ടി, ആ സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഒന്നും അല്ലാതെ ചുമ്മാ പോക്കറ്റിട്ടുകൊണ്ട് നടക്കാനും വല്ല കാലത്ത് ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ 19,000 രൂപ മുടക്കേണ്ട കാര്യമില്ലല്ലോ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ഒരു തോന്നൽ ഉണ്ടാവാൻ വേണ്ടി ജസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ സാധനം നമ്മൾ എത്ര ദിവസം ഉപയോഗിക്കും? അല്ലെങ്കിൽ ആ കയ്യിൽ കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റിൽ എത്ര നാൾ നമ്മളിത് കൊണ്ടുപോകുമായിരിക്കും? രണ്ടാമത്തെ കാര്യം, ഈ പെർട്ടിക്കുലർ സാധനം വാങ്ങിക്കണമെന്ന് നമ്മൾ ആലോചിച്ചല്ലോ, ആ സാധനം വാങ്ങിയാൽ നമ്മുടെ ഫുൾഫിൽ ചെയ്യപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നീഡുണ്ട്. ആ നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇതിന് മുമ്പുണ്ടോ? നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണ്. എന്തൊക്കെയാണ് നീഡ്? ഫോൺ വിളിക്കണം, അത്യാവശ്യം ബാറ്ററി നിൽക്കണം, അത് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുതിയ സാധനം വാങ്ങിക്കണ്ടല്ലോ. ഇനി ഓഫർ ഇല്ലായിരുന്നെങ്കിലും ഞാനിത് വാങ്ങുക. പല സാധനങ്ങളും ഓഫർ ഉണ്ടെന്ന് കാണുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഓഫർ ഇല്ലെങ്കിലും ഞാനത് വാങ്ങുമായിരുന്നോ? കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഓഫർ നോക്കാതെ നമ്മൾ വാങ്ങിക്കുക. ഈ 3 ചോദ്യങ്ങൾ ചുമ്മാ ഉള്ളിൽ ചോദിച്ചാൽ മതി. കമ്പനിക്കാർ, ഓൺലൈൻ മാർക്കറ്റിംഗുകാർ, അവർ പലതരം ടെക്നിക്കുകൾ ഉപയോഗിക്കും. ഇപ്പോൾ യൂണിറ്റ് പ്രൈസ് ബയസ് എന്ന് പറയും. 199 രൂപ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചീപ്പ് പ്രൈസ് ആയിട്ട് തോന്നും, ചെറിയ പൈസ ആയിട്ട് തോന്നും. 199 രൂപയുടെ 5 പീസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ 995 രൂപയാവുന്നുണ്ട്. അതായത് 1000 രൂപയ്ക്ക് 5 രൂപ കുറവേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ബ്രെയിൻ ഇത് സ്കിപ്പ് ചെയ്യും. അയ്യോ 199 രൂപയല്ലേ ഉള്ളൂ എന്നങ്ങ് ചിന്തിക്കും. പിന്നെ ഒരു ഡീൽ ഫ്രെയിമിംഗ് പരിപാടിയാണ്. ബൈ 2 get 1. അയ്യോ അതിപ്പോൾ വാങ്ങിക്കണ്ടേ, ഇപ്പോൾ വാങ്ങിച്ചാൽ അപ്പോൾ 2 എണ്ണം വാങ്ങിച്ച് ഒരെണ്ണം എക്സ്ട്രാ കിട്ടല്ലേ, ലാഭമല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വാങ്ങാനുള്ളൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യും. ആ അർജൻസിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് കുഞ്ഞു പരിപാടികൾ പറഞ്ഞുതരാം. ഒന്നൊരു കാർട്ട് പോസ് റൂളാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ കാർട്ടിൽ ആഡ് ചെയ്യുക. എന്നിട്ടൊരു 24 മണിക്കൂർ സമയം കൊടുക്കുക. ചിലപ്പോൾ ഈ 24 മണിക്കൂർ കഴിയുമ്പോൾ അത് വാങ്ങാനുള്ള അർജ് താനേ കുറഞ്ഞോളും. എനിക്കും ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഇത് വാങ്ങിച്ചാലോ എന്ന് തോന്നും, ഞാൻ ആഡ് ചെയ്തിടും. കുറേ നേരം കഴിഞ്ഞ് പിന്നീട് കാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ എന്താ ആവശ്യം, ചിലപ്പോൾ സേവ് ഫോർ ലേറ്റർ കൊടുക്കും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും. നമ്മുടെ ആ ഒരു ഇമ്പൾസിനെ കട്ട് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ടെക്നിക്ക് മന്ത്ലി സ്മോൾ സ്പെൻഡ് ക്യാപ്പാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയുടെ ഒരു പെർട്ടിക്കുലർ സാധനമുണ്ട്, അത് നിങ്ങൾ ഉപയോഗിച്ച് തീർന്നു, അത് മാസാവസാനം വരെ എത്തിക്കേണ്ടതായിരുന്നു, പക്ഷേ നേരത്തെ തീർന്നു പോയാലും ഞാനിത് അടുത്ത മാസം സാലറി കിട്ടിയിട്ടേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്, ഈ സാധനം ഇത്ര വരെ നമ്മൾ എത്തിക്കും, ഇത്ര വരെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത മാസമേ വാങ്ങിക്കുള്ളൂ. ആ പൈസ നമ്മുടെ കയ്യിലിരിക്കും. അതുപോലെ
1 in 1 ഔട്ട് റൂൾ ഉണ്ട്. നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാൽ പഴയ ഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നെങ്കിൽ സെല്ല് ചെയ്യുക അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അലമാരി തുറന്ന് നോക്കുമ്പോഴേക്കും കുറേ ഡ്രസ്സ് വന്നിട്ട് ഒന്നുമില്ലല്ലോ എന്ന് പറയുന്നൊരു തോന്നലില്ലേ, അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആക്ച്വലി അവിടെ ഒന്നും ഇല്ലാത്തതല്ല, പഴയതും പുതിയതും എല്ലാം കൂടി കുഴഞ്ഞ് കിടന്നിട്ട് എന്തെടുക്കണമെന്ന് അറിയാതെ നമ്മുടെ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പുതിയത് വാങ്ങാൻ സമയമായി എന്നാണ്. കാരണം പുതിയത് വാങ്ങുമ്പോൾ നമുക്കൊരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടും. പിന്നെ ഒരു പ്രധാന പരിപാടി, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഗ്രാൻഡ് ടോട്ടലിലേക്ക് ഒന്ന് നോക്കുക. അതായത് കുറേ സാധനങ്ങൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലേ, ആ സാധനങ്ങളെല്ലാം വരുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നു എന്നുള്ളതിലേക്കൊന്ന് നോക്കുക. ആ തുകയിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പിന്നീട് ആ കാർട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും ഇപ്പം അത്യാവശ്യമില്ല എന്ന് നമ്മുടെ ബ്രെയിൻ ചിന്തിച്ചേക്കാം. പിന്നെ ഏറ്റവും രസമുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ വാങ്ങണ്ട പക്ഷേ എനിക്കിത് വാങ്ങിയേ പറ്റൂ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനെ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. കാർട്ടിലേക്ക് ഇടുന്നതിന് പകരം വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് വേണ്ടെന്ന് തോന്നും. അങ്ങനെ ഉത്തരവാദിത്വത്തോടെ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം ചിലവാക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള കൺസ്യൂമറായിട്ട് മാറാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ബയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർ വളരെ ലോയലായിട്ടുള്ള ആളുകളാണെന്ന് നമ്മൾ പറയുമ്പോഴും എല്ലാവരും ഒരേ സ്വഭാവക്കാരായിട്ടുള്ള ആളുകളല്ല. സപ്പോർട്ടീവ് ബയേഴ്സ് അല്ലാതെ വളരെയധികം എൻറ്റൈറ്റിൽമെൻറ്റ് കാണിക്കുന്ന, ഇൻഫ്ലുവൻസേഴ്സിനോട് പേഴ്സണൽ ക്ലെയിം ഉന്നയിക്കുന്ന കൺസ്യൂമേഴ്സ് വരെ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു സാധനം ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചു, അല്ലെങ്കിൽ അയാളുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. ആ സാധനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അതിൻ്റെ കസ്റ്റമർ സർവീസുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അവിടെ ചെന്ന് എന്താണ് സംഭവം, ഇപ്പോൾ ഫോൺ ചെയ്തിട്ടാണെങ്കിൽ ഇതാണ് കാര്യം, ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുക. ചിലപ്പോൾ അവർക്ക് അതിനുള്ളൊരു സമയം ആവശ്യമായിരിക്കാം. ഒരു പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടാകും. ആ പൊട്ടിപ്പോയത് അവിടുന്ന് അയക്കുമ്പോഴേ പൊട്ടിയതുകൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ അതിൻ്റെ കൊറിയർ സർവീസുകാരുടെ കയ്യിൽ പെട്ടിട്ടോ ഇവിടെ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പോ പല സാഹചര്യങ്ങളിലും അതിന് പല കംപ്ലയിൻസും വരാം. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് അവർക്കത് ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിനോ ഒരു ടൈം കൊടുക്കണം. ചിലപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. ആ സമയം എടുത്തതിന് ശേഷം അവർ നമുക്ക് തരുന്ന സർവീസിലും നമ്മൾ തൃപ്തരല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ലൗഡായിട്ട് പ്രതികരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ദേ കണ്ടില്ലേ ഇവരുടെയൊക്കെ പരിപാടി ഇതാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ലൈവ് അങ്ങോട്ട് പോവുക. അതല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസർ ആരാണോ അയാളുടെ ക്രെഡിബിലിറ്റി അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു അറ്റാക്ക് എന്നുള്ള രീതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിലത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവരെ വളർത്തി വലുതാക്കിയത് ഞാനാണ്. ഇയാൾ ഈ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം എനിക്കും കൂടി ഉള്ളതാണ്, അതുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലാണ്. ഞാൻ നിൻ്റെ ഇന്ന് സാധനം വാങ്ങിക്കാം, അതുവഴി നീ വളരുന്നെങ്കിൽ, അതായത് ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി സാധനം വാങ്ങിക്കുന്നതാണ്, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ദാറ്റ്സ് നോട്ട് ഗുഡ്. ഒരു ഹെൽത്തി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഉണ്ടാവണം, ക്ലിയർ ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാവണം, പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. പക്ഷേ ഈ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ 2 ഭാഗത്തുനിന്നും വേണം. കൺസ്യൂമറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം, അതുപോലെ സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നും. അതുകൊണ്ട് തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനൊരു സാധനം വാങ്ങി, അതുകൊണ്ട് നിന്റെ കൺട്രോൾ എൻ്റെ കയ്യിലാണ്, നിന്നെ എനിക്ക് എന്തും പറയാം എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്താഗതി അത് നല്ലതല്ല. ഇനി ഒരു കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ബിസിനസ് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീ ഇൻഫ്ലുവൻസർമാരുടെ ശ്രമങ്ങൾ വലിയൊരു അംഗീകാരം അർഹിക്കുന്നത് തന്നെയാണ്. ഓപ്പർച്യൂണിറ്റി സ്പോട്ട് ചെയ്ത് ശക്തമായൊരു തീരുമാനമെടുത്ത് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും സ്വന്തം നിലയ്ക്ക് സംയോജിപ്പിച്ചെടുത്ത് ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതൊരു റോൾ മോഡൽ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ കോപ്പി ചെയ്യേണ്ടത്, അതായത് ഇവർ റോൾ മോഡലാണെന്ന് ഞാൻ പറയുമ്പോൾ അവരുടെ നിന്ന് കോപ്പി ചെയ്യേണ്ടത് അവരുടെ ഫെയിം മാത്രമല്ല, അവരുടെ പ്രിൻസിപ്പിൾസാണ്. വളരെ ചെറിയൊരു സ്റ്റാർട്ടായിരിക്കും. ഡിമാൻഡുകൾ ടെസ്റ്റ് ചെയ്ത്, ട്രസ്റ്റ് ബിൽഡ് ചെയ്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡെലിവറീസ്, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അങ്ങനെ കേരളത്തിലെ ഈ ഇൻഫ്ലുവൻസർ ഡ്രിവൺ ഓൺലൈൻ ബിസിനസ്സുകൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ പുതിയൊരു പ്രവണതയായിട്ട് നമുക്ക് നോക്കിക്കാണാം. ട്രസ്റ്റിനെ ക്യാപിറ്റലാക്കിക്കൊണ്ട്, വിശ്വാസ്യതയെ മൂലധനമാക്കിക്കൊണ്ട് ഓൺട്രപ്രണർഷിപ്പിനെ ജനകീയമാക്കി മാറ്റുന്ന ഒരു മാതൃക. സ്ത്രീകളുടെ വളർന്നു വരുന്ന കൺസ്യൂമർ പവർ ഈ മാർക്കറ്റ് ഡിമാൻഡിനെ ശക്തിപ്പെടുത്തുന്ന സമയത്ത് നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന കൺസ്യൂമേഴ്സ് ഇതിനെ ബാലൻസ് ആക്കും. അതിൻ്റെ കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സക്സസ് ഇവർ നേടുന്നത് ഫെയിം മാത്രം കൊണ്ടല്ല, ക്വാളിറ്റി, എത്തിക്സ്, ഡൈവേഴ്സിഫിക്കേഷൻ, സിസ്റ്റംസ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന ആ പാഠങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ അനുകരിക്കേണ്ട ഒരു കഥ എന്നല്ല പറയുന്നത്, നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളായിട്ടാണ് നോക്കി കാണേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ ഈ മാർക്കറ്റിന്, നമ്മുടെ ഈ വിപണിക്ക് ദീർഘകാലത്തേക്ക് ഗുണമുണ്ടാവുന്ന ഒന്നായിട്ട് അത് മാറും. സോ അങ്ങനെ സക്സസ്ഫുള്ളായി ഈ ബിസിനസ് മോഡൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫെലോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട്. എല്ലാം സക്സസ് ആയി പോട്ടെ. ആസ് എ കൺസ്യൂമർ ഉത്തരവാദിത്തമുള്ള ഒരു കസ്റ്റമറായി മാറാൻ നിങ്ങൾക്കും പറ്റട്ടെ എന്ന ആശംസ നേർന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.